എന്താ നിർത്തിയേ? പറയൂ നീ എന്നെ അടിമയാക്കി എന്നെ യൂസ് ചെയ്ത് പൈസ സമ്പാദിക്കാൻ തുടങ്ങിയതോട്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാ. സന്തോഷം ഉണ്ടാവുമല്ലോ. ഇന്റർനാഷണൽ പ്രോജക്റ്റിൽ നിന്നും ഇന്റർനാഷണൽ കറൻസിയല്ലേ കിട്ടാൻ പോകുന്നത്. ഈ മുഖാംബോക്ക് ക്യാഷിനെ പറ്റിയല്ലാതെ ഒരു ചിന്തയില്ലല്ലോ. ഇദ്ദേഹത്തിന് എപ്പോഴും എന്റെ ആർത്തിയെക്കുറിച്ചാ ചിന്ത. എന്റെ പ്രണയത്തെ കാണുന്ന പോലുമില്ല. നോക്കൂ, ഡിന്നറിന് പോകുന്നതിന് മുൻപ് എനിക്ക് അമ്പലത്തിലൊന്ന് കയറണം. നീ പോ, ആരാ തടഞ്ഞേ? നിങ്ങളും എന്റെ ഒപ്പം വരണം. കളിയാക്കുവാണോ? നിനക്കറിയില്ലേ ഞാൻ അവിടെ ഒന്നും പോവാറില്ലെന്ന്? പക്ഷെ ഞാൻ കേട്ടത് ബലൂണിന് വേണ്ടി പള്ളിയിൽ വരെ പോയെന്നാണല്ലോ. തനു പറഞ്ഞത് ശരിയാണ്. പ്രിയ ഒരിക്കലും ഡിവോഴ്സ് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചതിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഞാൻ തനുവിനോട് ചെയ്യുന്ന തെറ്റായി പോകും. കല്യാണം കഴിക്കാതെ നമ്മുടെ കുഞ്ഞ്. ഇവളെ ചതിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ. ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം അമ്പലത്തിൽ വന്നു. നോക്കണം, വെറുതെ മണ്ടത്തിനും പറയാതെ തന്നെ. ഇപ്പൊ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോ. ഐ മീൻ, ചേട്ടന് ദേഷ്യം വന്ന as I told you, എല്ലാം കൊളോ. കുറച്ചു മുൻപ് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് പേടിയാവുന്നുണ്ട്. അബി പ്രിയ ചതിക്കുന്നതിന് പകരം എന്നെ ചതിക്കൂന്ന് എനിക്ക് പേടിയാവുന്നു ഇപ്പൊ. എന്നുവെച്ചാ അത് പിന്നെ അബി പ്രിയ വശത്താക്കുന്നതിന് പകരം പ്രിയ അബി എങ്ങാനും വശത്താക്കിയാലോ? അങ്ങനെയായ എല്ലാം കൊള്ളാവും. ഐ മീൻ, അബി പ്രിയെ ബലൂണായി കാണരുത്. അഥവാ ചേട്ടൻ അവള് ബലൂണായിട്ട് കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും നേരത്തെ തന്നെ ആകായിരുന്നു. അതാണ് പേടി ആലിയ. മുൻപ് നടക്കാത്തത് ഇനി നടന്നാലോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇല്ല ഇല്ല ഇല്ല, കാര്യമില്ലാതെ മറ്റുള്ളവരുടെ പ്രോബ്ലത്തിൽ ഇടപെടുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രോബ്ലം ഇല്ലാതാകും. അതൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇതാ. നോക്ക്, എനിക്ക് വയ്യാതായി തുടങ്ങി. വേഗം എന്താന്ന് വെച്ചാ പറയൂ, ഇല്ലെങ്കിൽ എനിക്ക് ഇനിയും വയ്യാതാവും. ഓക്കെ ഫൈൻ. നിങ്ങൾ ഈ കാര്യം ആരോടെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും, മനസ്സിലായോ? മമ്മിയാണ് സത്യം. നീ എന്തു പറഞ്ഞാലും അതെന്റെ ഉള്ളിൽ തന്നെ വെച്ചോളാം. ശരി, എന്നാ കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛമ്മ വന്നാ പിന്നെ വീട്ടുകാര്യം പറഞ്ഞോണ്ടിരിക്കും. വർക്കിന്റെ കാര്യമൊന്നും നടക്കില്ല. അതാ ഐ തിങ്ക് നമുക്ക് ജോലിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. പ്രിയ മാഡം, ജോലിയുടെ കാര്യം ഇനിയും സംസാരിക്കാം. അതിനല്ലേ നമ്മൾ വന്നത്. അതിനു മുമ്പ് കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ സംസാരിക്കാമല്ലോ. നമ്മൾ തമ്മിൽ കാണുന്നത് തന്നെ ചുരുക്കമാണ്. നിങ്ങൾ പറയൂ, നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെ ഇരിക്കുന്നു? ലാസ്റ്റ് ടൈം കണ്ടപ്പോ നിങ്ങൾക്കിടയിൽ നല്ലൊരു കെമിസ്ട്രി കാണാം. ഇത്തവണ എന്തെങ്കിലും പുതിയത് കാണോ? ഇന്നും നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ആ പ്രണയം നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? സമയത്തിനനുസരിച്ച് എല്ലാം മാറില്ലേ സാർ? ഞാൻ മാറില്ലല്ലോ. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ ഏട്ടാ? ആ പഴയതുപോലെ തന്നെ. ഇനിയിപ്പോ ഭാര്യ റോക്ക് സ്റ്റാറിന്റെ ആയാലും പ്രൊഡ്യൂസറിന്റെ ആയാലും അവര് സ്നേഹിക്കുന്നത് അവന്റെ പൈസയായിരിക്കും. നിങ്ങളിരിക്കുന്ന റിംഗ് കൊള്ളാലോ. അതേ ഭീ, ഉറപ്പായി ഞാനാ കൊടുത്തത്. ചിലപ്പോ അതാവും. ഇനി ശ്രദ്ധിക്കണം, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് വീട്ടിൽ വെച്ച് നടത്തണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഭാര്യ പ്രഗ്നന്റ് ആവുമ്പോ കുറച്ച് വണ്ണമൊക്കെ വെക്കും, സൗന്ദര്യവും കുറയും. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. ഫാമിലി ശ്രദ്ധിച്ചോണം. മറ്റു സ്ത്രീകളെ നോക്കാനേ പാടില്ല. അങ്ങനെ ഒരാൾ ഓൾറെഡി ഞങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞല്ലോ. ആ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പേരൊക്കെ കണ്ടുപിടിച്ചോ? അത് ഇതുവരെ ആലോചിച്ചിട്ടില്ല. മിസ്റ്റർ അബി, ഒരു സെൽഫി എടുത്താലോ? ഈ മീറ്റിംഗിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. ഓഫ് കോഴ്സ്. സന്തോഷം
സുഖാണല്ലോ. അത് വേറെ തന്നെയാ. സുഖാണോ എന്റെ ചേച്ചി? എനിക്ക് സുഖമാണ്. നീ പറ, നീ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ നല്ല ആരോഗ്യവതിയാണ്. നമസ്കാരം ആന്റി. നമസ്കാരം മോളെ. സുഖാണോ? ആട്ടെ, നിന്റെ കുഞ്ഞെന്തിയെ? അവൻ ഭയങ്കര കുസൃതിയായപ്പോ. കുസൃതിയായോ? ഞാൻ വന്നല്ലോ. ഇനി അവന്റെ കുസൃതി എല്ലാം ഞാൻ മാറ്റിക്കൊടുക്കും. അത് ശരിയാ. പിന്നെ നിനക്കെങ്ങനെയുണ്ട്? അത് പിന്നെ ഞാൻ ഓക്കെയാ. ഞാൻ നിന്റെ കാര്യമല്ലേ ചോദിച്ചത്. നിന്നെ കണ്ടാൽ അറിയാം നീ ഓക്കെ ആണെന്ന്. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ എന്നാ ചോദിച്ചത്. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. കഴിക്കരുത്, ഇവർക്കെല്ലാവർക്കും കൊടുക്കണം. മനസ്സിലായോ? വന്ന ഉടനെ പണി തുടങ്ങി. നിനക്ക് വേണ്ടി ഞാൻ ഈ ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. താങ്ക് യു ആന്റി, നല്ല ഭംഗിയുണ്ട്. ആ, നമ്മുടെ തനുവിന് ഇതുവരെ കണ്ടില്ലല്ലോ. അവൾക്കുള്ള ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുക. ആന്റി, ആന്റി തനുവിന് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നല്ല 2 ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. അതെന്താ? തനുവിന് കുഞ്ഞുണ്ടായോ? അയ്യോ അതല്ല, തനുവിന്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നില്ലേ, ആലിയ, അവള് തിരിച്ച് വീട്ടിലെത്തി. ആലിയ തിരിച്ചു വന്നെന്നോ? ചേച്ചി, ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? അത് പിന്നെ പറഞ്ഞത് അബി. ഓ തനു, പ്ലീസ്, നീ എങ്കിലും ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതിരിക്കേ. ഇങ്ങനെയൊന്നും പ്രിയ പോലും എന്നോട് ഇതുവരെ ചെയ്തിട്ടില്ല. നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ? അബി പ്ലീസ് അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ, അത് നിനക്കറിയില്ലേ? മനസ്സോടെ ഞാനത് ചെയ്യുമ്പോൾ നിനക്ക് എന്നെ സംശയവും. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് എന്തെടുക്കാനാ തനു? ഈ ലൈഫ് മൊത്തം നീ എന്നെ സംശയിക്കില്ലേ? നീ എന്താ മിണ്ടാത്തെ? പറ, നീ എന്തിനാ ഇവിടെ വന്നേ? എന്നെ വാച്ച് ചെയ്യാനല്ലേ? അതിന് തന്നെ ഞാൻ വന്നത്. ഇതുവരെ ഞാൻ ചിന്തിച്ചത് ഇവിടെ വരണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ തോന്നുന്നു ഞാൻ ഇവിടെ വന്നത് വളരെ നന്നായി എന്ന്. നീ ഇവിടെ വന്ന കാര്യം ഇതുവരെ തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ അബി. ഇല്ല, ചെയ്തില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. അവളെ ഞാൻ ഡിവോഴ്സ് വാങ്ങില്ല. ഒന്നുമില്ലെങ്കിൽ അവളെന്നെ വിശ്വസിക്കുന്നെങ്കിലുണ്ട്. അതാണ് ലൈഫിൽ വേണ്ടത്. നിനക്കിപ്പോ അവളോട് സ്നേഹം തോന്നുന്നു. അവളാണ് ശരിയെന്ന് തോന്നുന്നു. ഞാൻ ആരുടെ നന്മയും തിന്മയും കുറിച്ചല്ല പറയുന്നത്. ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൾ എന്റെ ഭാര്യയാണെന്നോ നീ എന്റെ ഭാവി ഭാര്യയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കും എന്നും. ആരെയും ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. അഥവാ ഒരാൾ എന്നോട് തെറ്റ് ചെയ്തു എന്ന് വെച്ച് അയാളോട് എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. അവളുടെ സമ്മതം ഇല്ലാതെ എനിക്ക് എന്തായാലും അവളെ നിന്ന് സൈൻ വാങ്ങാൻ പറ്റില്ല തനു. അതുകൊണ്ട് നീ എനിക്ക് തന്ന ഡിവോഴ്സ് പേപ്പർ ഞാൻ അവളിൽ നിന്ന് എന്റെ രീതിയിൽ ഡിവോഴ്സ് വാങ്ങിച്ചോളാം. എന്തായാലും നിന്റെ രീതി വേണം. എന്താ ഈ ചെയ്തത്? അഥവാ ആലി എങ്ങാനും അറിഞ്ഞാലോ? അവള് നിന്നോട് പറഞ്ഞ കാര്യം നീ എല്ലാവരോടും പോയി വിളമ്പിയെന്ന് അവള് നിന്നെ കൊന്നാളെ. മൈഥിലി, എന്താ ആലോചിക്കുന്നേ? ഏത് പേപ്പറിലാ സൈൻ ചെയ്യാൻ പോയത്? അത് ആന്റി എന്താണെന്നോ, ഒരു വലിയ ഇന്റർനാഷണൽ പ്രോജക്റ്റ് ആണ്. അപ്പോ അബിയും പ്രിയയുമായിട്ടുള്ള ഡീലുണ്ടല്ലോ, അതിന്റെ ആവശ്യത്തിന് വേണ്ടി സൈൻ ചെയ്യിക്കാനാ കൊണ്ടുപോയത്. സൈൻ ചെയ്യാൻ വേണ്ടി? അതെ, ആ പേപ്പറിൽ പ്രിയയുടെ സൈൻ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നമ്മുടെ അബി ഒരു വലിയ ഇന്റർനാഷണൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും. ഓ, ആ പേപ്പർ 30% എക്സ്ട്രാ ഞങ്ങൾ തരുന്നത്. ഇപ്പൊ നമ്മളെ റിലേഷനും ബന്ധുക്കളെ പോലെ ആയില്ലേ? പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ചിലവ് ഒരല്പം കൂടാൻ പോവാ. വീട്ടിലൊരു പുതിയ സ്റ്റാർ വരാൻ പോവുകയല്ലേ? ഇനി ചിലപ്പോ ലേഡി റോക്ക് സ്റ്റാർ ആണെങ്കിലോ ചെലവ് വീണ്ടും കൂടില്ലേ? പിന്നെ പെൺകുട്ടികളാവുമ്പോ അച്ഛനോടായിരിക്കും കൂടുതൽ പ്രിയം ഉണ്ടാവുക. അതുകൊണ്ട് അച്ഛൻ പെൺകുട്ടികളുടെ എല്ലാ ചെലവും നോക്കണം, എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കണം. ഇതാ മിസ് അബി. താങ്ക് യു ബോത്ത് ഓഫ് യു. നിങ്ങൾ വീണ്ടും ഞങ്ങളുമായി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ലേ? വിൽ മേക്ക് ഷുവർ ഞങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട്സ് തരും. ശരി, ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ നമുക്ക് ചേട്ടനെ സ്വന്തമാക്കാൻ പോകുന്നില്ല. നീ ചേട്ടന്റെ ഭാര്യയാകാൻ പോകുന്നില്ല തനു. ആലി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടെന്ന്. നീ ഞാൻ പറയുന്ന കേക്ക്. പ്രിയ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ വളരെ മോശമാണ് തനു. എനിക്ക് അധികം നാൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഈ സമയത്ത് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഹെൽപ്പും എന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട തനു. മനസ്സിലായോ? ഒരു വശത്ത് ചേട്ടൻ, മറുവശത്ത് അവന്റെ പെങ്ങള്. എപ്പോ നോക്കിയാലും രണ്ടും എന്റെ തല തിന്നോണ്ടിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ പ്രിയ എന്റെ ജീവിതം നശിപ്പിക്കും. നീ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം വല്ലതും പറഞ്ഞുകൊണ്ട് വന്ന ഒരു കാര്യം ഉറപ്പാണ്,
എന്നെ ഒരുപാട് അങ്ങ് ശല്യം ചെയ്താൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും ചെയ്യും ആന്റി. ഞാനൊരു പെർമനന്റ് ടിക്കറ്റ് അങ്ങ് എടുത്തു തരാം ആന്റിക്ക്. അങ്ങനല്ല ആലിയ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരാളൊരു കുഴി കുഴിച്ച അയാൾ തന്നെ ആ കുഴിയിൽ വീഴും. അങ്ങനത്തെ ഒരു സ്വഭാവാ നീ ഇപ്പൊ കാണിക്കുന്നത്. ആ സ്വഭാവത്തിന് ഞാനൊരു മറുപടി തന്നില്ലെങ്കിൽ എന്റെ പേര് ഇന്ദു എന്നല്ല. ഇത്തവണ ഞാൻ തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോവാ. എന്റെ ശ്രദ്ധയ്ക്ക് നിന്റെ കുരുട്ടു ബുദ്ധിയേക്കാൾ നല്ല വേഗതയുണ്ട്, മനസ്സിലായോ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താന്നറിയില്ല, എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നു. ഇത് മോക്ടെയിൽ അല്ലേ? ഇതിൽ 3 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. അതാ ഇങ്ങനെ ഒരു ടേസ്റ്റ് തോന്നുന്നത്. നീ എന്തിനാ വീണ്ടും ഇങ്ങനെ നോക്കുന്നേ? നീ പെട്ടെന്ന് കുടിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. എനിക്ക് വീട്ടിൽ പോണം. മതി നിന്റെ ഈ പാർട്ടിയൊക്കെ. കമോൺ. ഇത് ഹാർഡ് ഡ്രിങ്ക് അല്ലേ? ഇതാ സാർ മോക്ടെയിൽ ജ്യൂസ്. ഇത് മോക്ടെയിൽ ജ്യൂസ് ആണെങ്കിൽ പിന്നെ ഇതെന്താ? അപ്പോ എല്ലാം കാണാൻ പറ്റും. വേഗം 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 കുടിച്ചോ, വേഗം കുടിച്ചോ. ക്വിക്ക് ക്വിക്ക്. ഓക്കേ. ഇത് കൊള്ളില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലതാ, ഇതിന്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല. ഇമോഷൻസ് നിനക്കെന്താ വട്ടാണോ? ഇതുകൂടി കുടിച്ചിട്ട് നിനക്ക് എന്റെ തലയിൽ ഡാൻസ് കളിക്കാനല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇതാണ് കറക്റ്റ് ഡ്രിങ്ക്. ഞാൻ പേടിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചു. നീ എന്താ ഈ കിടന്ന് കാണിക്കുന്നത്? എല്ലാവരും നോക്കുന്നത് കാണുന്നില്ല. ഇതെന്റെ 3D ഗ്ലാസാ. ഇതിലൂടെ നോക്കാൻ നല്ല രസാ. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ 3D ഗ്ലാസ്. എല്ലാവരുടെയും. സിനിമ കഴിഞ്ഞു, എണീറ്റ് വാ, വീട്ടിൽ പോ. ഇല്ല, സിനിമ തീർന്നിട്ടില്ല. പാർട്ടി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്. വേണ്ട വേണ്ട, ഇനിയും ഇതേ ഡ്രിങ്ക് തന്നെ കൊണ്ടുവരൂ വേഗം. ഇയാൾ കൊണ്ടുവന്ന ഞാൻ ഈ റെസ്റ്റോറന്റ് വിളിക്കും. ഒരു 10 മിനിറ്റ് നമുക്ക് 10 മിനിറ്റ് അതൊന്നും പറ്റില്ല. വാ, എനിക്ക് വാ. ഇവിടെ ഇരിക്കുന്നേ. ഞാൻ നിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കണം. നമ്മുടെ കല്യാണം നടക്കണം. ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാണ്. നീയല്ലേ പറഞ്ഞേ എന്റെ സൈഡും അല്ല അവളുടെ സൈഡും അല്ല, സ്വന്തം സൈഡാണ്, നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ. അബേ, ഈ കുഞ്ഞിനെ കുറിച്ച് ആര് ചിന്തിക്കും? ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആര് ചിന്തിക്കും? ഇത് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നിനക്കിത് നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ഇത് നിന്റെ കുഞ്ഞാണെന്ന് പറയാൻ പോലും നിനക്ക് അർഹതയില്ല. ദിനക്ക് ദിനദീം താന, ദിനക്ക് ദിനദീം താന, ദിനക്ക് ദിനദീം താന, ദീം താന. പറന്നു വന്നു പൈങ്കിളി, വിരുന്നു വന്നു രാക്കിളി, ഒരുങ്ങി നിന്ന തേങ്കിളി, മൂന്നാം കിളി. ഇളവെയിലും കളിനിഴലിലും ഇവരൊരുമയാ കൂടുന്നിതാ. ശരി ശരി, നിനക്ക് വണ്ടി ഓടിക്കണം, അത്രയല്ലേ ഉള്ളൂ? എന്നാ പിന്നെ നീ പേപ്പറിൽ സൈൻ ചെയ്യേണ്ടി വരും. ഇതെന്താ ലൈസൻസിന്റെ പേപ്പറാ? ഇങ്ങി തരൂ, ഞാൻ സൈൻ ചെയ്തരാം. അപ്പൊ ലൈസൻസ് കിട്ടല്ലോ. ഇങ്ങി തരാൻ തരാനല്ല പറഞ്ഞത്. ഓഹോ, തോരില്ലേ? ഏയ്, സ്വന്തം ജീവന് കൊതിയുണ്ടെങ്കിൽ ആ പേപ്പേഴ്സ് വേഗം എന്റെ കൈ തന്നോ. ഇതെന്താ ഞാൻ ചെയ്യുന്നത്? ഇതും ചതിയനല്ലേ? ഞാൻ ചെയ്യേണ്ടെന്ന് വെച്ച കാര്യമാ ഇപ്പൊ നടക്കാൻ പോകുന്നത്. പറ്റിച്ചല്ലോ, എന്റെ കയ്യിൽ കണ്ടൊന്നുമില്ല. പ്രിയ ആദിത്യയാണ്. അവൾ നിന്നെ വെറുക്കുന്നു, നിന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുക. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ബലൂണിന് പകരം അവളെ മൊഗാമ്പോന്ന് വിളിക്കുന്നു.
അബി അവള് നിന്നെ നശിപ്പിക്കാനല്ലേ നോക്കിയേ. നിന്റെ പകുതി ജീവിതം അവള് കാരണം ഇപ്പൊ നശിച്ചു കഴിഞ്ഞു. ഇപ്പൊ നീയാണെങ്കിലോ ബാക്കി ജീവിതം കൂടെ നശിപ്പിക്കുക. നിന്റെ ലൈഫിൽ ഞാനും നമ്മുടെ കുഞ്ഞും കൂടെ ഉള്ളത് മറക്കരുത് പ്ലീസ്. നീ നിന്റെ പാസ്റ്റിനെ മറക്ക്, അവളെ മറക്ക്. നിന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്ക് നീ. അതെ, ഒന്ന് വേഗം കേറ്, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വണ്ടി എടുത്തോണ്ട് പോവും. നീ എന്തായാലും വീട്ടിൽ പോകാൻ നോക്ക്, ഞാൻ പ്രിയമായിട്ട് വന്നോളാം. ശരി, വീട്ടിൽ വെച്ച് കാണാം. ഓക്കെ. ഇതൊന്നും പോലും ഈ പാവത്തിന് അറിയില്ലല്ലോ. ഐ എം സോറി പ്രിയ. ഞാൻ ചതിച്ചു നീ അറിയുമ്പോ എന്റെ അവസ്ഥ അതായിരുന്നു ഓർത്ത് നീ എന്നോട് ക്ഷമിക്കണം പ്രിയ. നീ എനിക്കെന്നും എന്റെ ബലൂണ് തന്നെയായിരിക്കും. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ബലൂൺ. എന്നോട് ഒരിക്കലും ദേഷ്യപ്പെടാൻ അറിയാതിരുന്ന എന്റെ ആ ബലൂൺ. ഞാൻ എന്തൊക്കെ ചെയ്താലും എന്നോട് ക്ഷമിച്ചിരുന്നാൾ. തനുവിനോട് എനിക്ക് ചെയ്യേണ്ടി വന്ന ആ തെറ്റുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ബലൂണെ. അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് പോവില്ലായിരുന്നു ഒരിക്കലും. ഇപ്പൊ തന്നെ വീട് മുഴുവനും അറിയും. ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തിൽ അച്ഛമ്മേ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ വീട്ടിലെ ഒരു മെമ്പർ ആയ പോലെ തോന്നുന്നു എനിക്ക്. ഗുഡ് നൈറ്റ് അച്ഛമ്മേ, ലവ് യു. ഇവളിത് എന്തൊക്കെയാ പറഞ്ഞോണ്ട് പോകുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ റോണിയുടെ പ്രേതത്തോടുള്ള പേടി ഇവളുടെ ബോധം വരെ കളഞ്ഞു എന്നാ തോന്നുന്നത്. അതിന്റെ സൈഡ് ഇഫക്റ്റ് ഇപ്പോഴും ഇവൾക്കുണ്ട്. ഇനി പോവാ. പക്ഷെ ഒരു പ്രശ്നം, വീട് ഇവിടെയല്ല. ഓ, അതെന്താന്ന് പറഞ്ഞുതരാം. നിങ്ങക്ക് തലക്ക് പിടിച്ചിരിക്ക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ 3 ഡ്രിങ്ക് ഒന്നും കുടിക്കരുതെന്ന്. ലവ്, കെയർ, ഇമോഷൻ 3 ആയതുകൊണ്ടാ കൊളായത്. അതുകൊണ്ടല്ലേ സ്വന്തം വീട് പോലും ഇപ്പൊ കാണാൻ പറ്റാതായത്. എനിക്ക് കാണാം, വീട് അവിടെയുണ്ട്. വേഗത്ത് ചെന്നില്ലെങ്കിൽ അച്ഛമ്മ വഴക്കുറയും. അച്ഛമ്മ പറഞ്ഞതാ ഡേറ്റിന് പോയിക്കോ, പക്ഷെ ലേറ്റ് ആവരുതെന്ന്. ഡേറ്റിന് പോവാൻ ലേറ്റ് ആവരുത്. ഡേറ്റിന് പോണം, ലേറ്റ് ആവരുതെന്ന് അച്ഛമ്മ എന്തിനാ അങ്ങനെ പറയുന്നു? ഈ കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ തെളിവും ഞാൻ തന്നെ നേരിട്ട് അബിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇനി ഞാൻ അങ്ങനെ ചെയ്താൽ പിന്നെ ഈ ഡിവോഴ്സ് പേപ്പറല്ലേ അത് കീറി നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയവൻ. എന്നിട്ടും കാണും തിരികെ നീ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന ഞാൻ നിന്നെ ഉറപ്പായിട്ടും കൊല്ലും. തിങ്ക് അബൌട്ട് ഇറ്റ്. തിങ്ക് അബൌട്ട് ഇറ്റ്. എന്റെ അബിയുടെയും കല്യാണം ഒന്ന് നടക്കട്ടെ. ഇവന്റെ കാര്യമല്ല, ഇവനെ തന്നെ ഞാനങ്ങ് അവസാനിപ്പിക്കും. അവനിപ്പോ ഇവിടെ വന്നിട്ട് പോയി, എന്നിട്ട് പറഞ്ഞു ഡബിൾ ക്രോസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വിരട്ടിയിട്ട് പോയി. അവനെ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. ലെറ്റ്സ് എൻജോയ് ദിസ്. എനിക്ക് സന്തോഷായി. എന്റെ 24 hours ചാലഞ്ച് പൂർത്തിയായി. ഇനി 24 hours പ്രിയ ഇവിടുന്ന് പുറത്താക്കണം. ഫൈനലി ആ പ്രിയ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ തനു. Can't even tell you. അത്ര രസമായിരിക്കും. ആലിയ, ഇനി ഡിവോഴ്സ് നടന്നിരിക്കും. പിന്നെ എന്റെ കല്യാണവും നടക്കും. പറയാതെ പോവാൻ പാടുണ്ടോ അങ്ങനെ? സോ ഇറസ്പോൺസിബിൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓ, എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞതാ ശരി. വീട് ഇവിടെ ഇല്ല. നമ്മള് ലേറ്റ് ആയതുകൊണ്ട് വീടിന് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോയിരിക്കാം. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. എനിക്ക് വീടിന്റെ ലൈറ്റ് കാണുന്നുണ്ട്. ഞാൻ വണ്ടി സ്പീഡിലല്ലേ ഓടിച്ചേ, ഒരുപാട് സ്പീഡില്. അതുകൊണ്ട് അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. നമുക്ക് പിടിക്കാന്നേ. നിങ്ങൾ ഈ വഴി നോക്കണേ. അങ്ങോട്ടല്ല, അങ്ങോട്ട് വാ. അതെ, വീടേ നിക്ക്. പോയിക്കുന്നുണ്ട്. എന്തു പറ്റി അച്ഛമ്മേ? ഞാൻ അടുക്കളയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോയപ്പോ തനുവിനെ കണ്ടു. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. വളരെ ഹാപ്പി ആയിരുന്നു അവൾ.
പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് തിരിച്ചു വരുമ്പോ ഞാൻ നോക്കിയപ്പോ അവിടെ ആലിയയുടെ മുറിയിൽ തനുവും ആലിയായി സംസാരിക്കുന്നത് കേട്ടു. അച്ഛമ്മ എന്താ കേട്ടെ? അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ ഞാനവിടെ നിന്നപ്പോ തനു പറയുക പ്രിയയുടെ ഡൈവോഴ്സ് നടക്കുമെന്ന്, ഞങ്ങളുടെ കല്യാണവും നടക്കുമെന്ന്. ഇനി അവരുടെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് തനുവെങ്ങാനും കണ്ടു കാണോ? അച്ഛമ്മ അത് അവർക്കല്ലേ പറയാൻ പറ്റൂ. അച്ഛമ്മ അഭിയേട്ടനെ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. എന്തെങ്കിലും സംഭവിച്ചാ അച്ഛമ്മയോട് പറയാതിരിക്കില്ല. നീ പറഞ്ഞത് ശരിയാ. നിങ്ങൾ വെടിയാവും, ഞാൻ പറയുമ്പോ മാത്രം വെടിയാവൂല. അപ്പൊ അവളുടെ മുറിവ് പെയിൻലെസ് മുറിവും നിന്റെ മുറിവ് പെയിനുള്ള മുറിവോ? അവള് കള്ളം പറയുമ്പോ നിങ്ങൾക്ക് സത്യമായിട്ട് തോന്നും, ഞാൻ സത്യം പറയുമ്പോ നിങ്ങൾക്ക് കള്ളമായിട്ട് തോന്നും. അവളുടെ കള്ളം വിശ്വസിക്കാൻ എന്റെ സത്യം വിശ്വസിക്കില്ല. അല്ല, നീ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് ഒരു ഉദ്ദേശമില്ല, ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറുമില്ല. അതെന്താ? കാരണം ഞാൻ നിങ്ങളെ നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണേ നിന്നെ തന്നെ. സാർ, നിങ്ങൾ പറഞ്ഞ സ്ഥലം എത്തി. വേഗം ഇറങ്ങിക്കോ, ഇറങ്ങിറങ്ങി. ഓടുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വീഴില്ലേ? നീ വേഗം ഇറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ വീട് പിന്നെ ഓടിപ്പോവും. അയ്യോ, കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ ചെന്ന് പിടിക്കാം. വേഗം പോയി പിടിക്കാൻ നോക്ക്. പക്ഷേ സാർ, എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊന്നും അത് മറ്റാർക്കും ഉണ്ടാകരുത് സാർ. നിങ്ങൾക്ക് എന്താ പറ്റിയ? സാർ, 3 ദിവസം മുമ്പ് എന്റെ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്തു പോയി സാർ. ഞാനിപ്പോ ഒറ്റയ്ക്കാണ് സാർ ജീവിക്കുന്നത്. അവൾക്ക് എന്നെ വേണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സാർ അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? എന്തിനാ അവൾ എന്നെ സ്നേഹിച്ചത്? എന്തിനാ സാർ ആളുകൾ വിവാഹം കഴിക്കുന്നത്? എപ്പോഴും കൂടെ ഉണ്ടാകാനാണ്. വാക്കുകൾ എന്തിനാണ് സാർ നൽകുന്നത്? പരസ്പരം സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാനല്ലേ സാർ? ഞാനെന്തിനാ എന്റെ കാര്യങ്ങളൊക്കെ വെറുതെ സാറിനോട് പറയുന്നത്? അവൾ എന്നോടല്ല, ചതി ഞാൻ അവളോടാണ് ചെയ്തതെന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ശരി, ഞാനെന്ന് പോട്ടെ. ശരി സാർ. ായിരുന്നു ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു, ഇവൾ എന്തിനാ എന്നെ വിട്ടുപോയതെന്ന്. ഇപ്പോ ഞാൻ തന്നെ ഇവളെ എന്നിൽ നിന്ന് അകറ്റുകയല്ലേ ചെയ്തത്. ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, എന്തിനാ ചെയ്തതെന്ന്. അങ്ങനെ ഇവൾ എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും ഇവളെ തിരിച്ചു വന്നപ്പോൾ ഞാൻ മിസ് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും സന്തോഷങ്ങളും എനിക്ക് അവൾ തിരിച്ചു തന്നു. ഇവളെന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ഇവളോടൊപ്പം ഇരിക്കുന്നത് പോയിട്ട് ഇവളെ ഒന്ന് നേരെ നോക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കില്ല. 15, 36, 22. നിങ്ങൾ എന്താ എണ്ണാത്ത? നിങ്ങൾ എണ്ണിയില്ലെങ്കിൽ നമ്മുടെ അറിയും നെഞ്ചം ഉയരിടുമാനന്ദമായി ഉണരും സംഗീതം. എന്നേക്കുമായി നാളെ രാവിലെ ഡിവോഴ്സ് പേപ്പറിനൊപ്പം നിനക്ക് ഈ ഫോട്ടോ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരും. ആ സമയത്ത് നിന്റെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരിക്കും. പിന്നെ ഞാൻ നിന്റെ ഫോട്ടോ കൂടി എടുക്കും. ആ ഫോട്ടോ എന്റെ ഒപ്പം ഞാൻ എന്നേക്കും സൂക്ഷിക്കും. എനിക്ക് ആ വിജയം എന്നും ആഘോഷിക്കണം. സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോ നീ നമ്മുടെ ഫോട്ടോയെ രണ്ടാക്കുമായിരിക്കും.
നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കുമായിരിക്കും. പക്ഷെ എന്റെ ഉള്ളിലുള്ള അവളുടെ ഓർമ്മകളെ നിനക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റി തനു? എനിക്ക് അവളോടുള്ള സ്നേഹം, എന്റെ ഫീലിങ്സ്, അത് നീ എങ്ങനെ ഇല്ലാതാക്കുന്നത്? ഇനി ഒരു വഴിയുണ്ട്. എന്നെ കൊന്നാ മതി, എല്ലാം ശരിയായിക്കോളും. അപ്പൊ നീ എന്തായി പറയുന്നേ? ഞാൻ നിന്നെ Don't touch me. ഇറങ്ങിപ്പോ. I said get out. നോക്കൂ, എവിടെയാ നിങ്ങള്? പ്രിയ, ഒന്നുമില്ല, കാണുകയില്ല. ഇതൊക്കെ എന്റെ വിധി മാത്രമാണ്. നീ ഇനി പ്രിയയെ എത്രത്തോളം വെറുത്താലും എത്രത്തോളം ഇനി നിന്ന് അകറ്റിയാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവളോടുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ, അവളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അതൊരിക്കലും നിനക്ക് തകർക്കാൻ പറ്റില്ല തന്നെ. പ്രിയ എന്റേത് തന്നെയായിരിക്കും, ഞാൻ മരിക്കുന്നത് വരെയും. ഇന്ന് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇത് നിനക്ക് നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം. നീ ഏട്ടന്റെ പൈസയെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം ഏട്ടനോട് നിനക്ക് സ്നേഹമില്ല. സോ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ആവുന്നത് വരെ, അല്ലെങ്കിൽ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നത് വരെ നിന്റെ ഈ ഈഗോ ഒന്ന് മാറ്റിവെക്ക്. എന്നിട്ട് കൺട്രോൾ, കാം ഡൗൺ. അതുവരെ നീ ആ പ്രിയയെ തോൽപ്പിച്ചതിൽ സന്തോഷിക്ക. നീയാണ് ആ പ്രിയയെ പുറത്താക്കുന്നത്. നീ ഒറ്റ ഒരാള് കാരണമാ അവൾ ഈ വീട്ടിൽ നിന്ന് പെർമനന്റ്ലി ഔട്ട് ആവുന്നത്. എനിക്ക് അബിയോട് ചെന്ന് സോറി പറയണം. പിന്നെ പ്രിയ, എത്ര വേഷം കെട്ടി നടന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവളും നിന്നെ പ്രണയിക്കുകയാണ് മോനെ. അതുകൊണ്ട് ഹൃദയം കൊണ്ടുള്ള ബന്ധങ്ങളുണ്ടല്ലോ, ഒരിക്കലും വിട്ടുപോകില്ല. ജീവിതകാലം മുഴുവനും കൂടെ തന്നെ ഉണ്ടാവും. അവൾ നിന്നെ ഒരിക്കലും വിടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ചതിയുള്ളടുത്ത് ഒരു ബന്ധവും കാണില്ല അച്ഛമ്മ. അച്ഛമ്മ പറഞ്ഞ ആ ബന്ധമുണ്ടല്ലോ, ഇന്ന് ഞാനൊരു ഒപ്പിലൂടെ അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മോർണിംഗ് അച്ഛമ്മേ. അച്ഛമ്മയുടെ കയ്യിൽ തലവേദനയ്ക്കുള്ള ഗുളികയുണ്ടോ? ഓഹോ, ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ് തുടങ്ങിയില്ലേ? അച്ഛമ്മേ, എനിക്കല്ല, പ്രിയ മാഡത്തിന് വേണ്ടിയാ. തലവേദന പ്രിയ മാമിനാണ്. പ്രിയക്കാണോ? നിക്ക്, ഞാൻ തരാം. ശരി അച്ഛമ്മേ. ഇതാ. ഒരു മിനിറ്റ് അച്ഛമ്മേ, അവളുടെ ഇപ്പോഴത്തെ തലവേദനയ്ക്ക് കാരണം ഞാനാ. അതുകൊണ്ട് മരുന്ന് ഞാൻ കൊടുത്തോളാം. ഈ ജോലി ചെയ്യാൻ വേണ്ടിയാ. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് തരുന്നത് വഴിയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാ. പിന്നെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കോടതിയിലുള്ളവരുടെ വായടപ്പിക്കാൻ വേണ്ടിയാ. ഇനി അത് ആവശ്യം വന്നില്ലെങ്കിൽ ആ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്കുള്ളതാണ്. മനസ്സിലായോ? സോ നോക്കിയത് കൊണ്ട് മാത്രം കാര്യമല്ല. എനിക്കിതിന്റെ എൻഡ് റിസൾട്ട് വേണം. എനിക്ക് ഡിവോഴ്സ് വേണം. അതൊക്കെ നടക്കും, പെട്ടെന്ന് തന്നെ നടത്താം. ഞാൻ ഇന്ന് തന്നെ ഇത് സബ്മിറ്റ് ചെയ്തേക്കാം. കൺഗ്രാറ്റുലേഷൻസ് ആലിയ, ഡിവോഴ്സ് ആശംസകൾ. കൺഗ്രാറ്റുലേഷൻസ് ടു യു ടു സ്വീറ്റ് ഹാർട്ട്. ഡിവോഴ്സിനൊപ്പം തന്നെ ഡിവോഴ്സിന് ശേഷമുള്ള വിവാഹ ആശംസകളും ഒപ്പിച്ചു വെക്കാറുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം ഇത്തവണയും ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ എന്താ ചെയ്തേ? റോഡിൽ ഡാൻസ് ചെയ്തോ? ഞാൻ അതിനേക്കാൾ മോശം. നിർത്തിയിട്ട വണ്ടി ഓടിക്കാൻ നോക്കിയോ? ഞാൻ അതിലും മോശമായിരുന്നു. ബോധമില്ലാതെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അതിലും മോശമായിരുന്നു. അതിലും മോശം എന്നാ നിങ്ങൾ എന്നെ പറയൂ, ഞാൻ എന്താ ചെയ്തെന്ന്? അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല പ്രിയ. സോറി. വക്കീൽ, രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്താ കാര്യം?
അതെനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. പക്ഷെ ആരെയാ കാണാൻ വന്നെന്ന് പറയാലോ. അതെ, നമ്മുടെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് നമുക്കത് അറിയണമല്ലോ. സോറി, ഞാൻ കാണാൻ വന്ന വ്യക്തി ഇക്കാര്യമെല്ലാം പ്രൈവറ്റായിട്ട് വെക്കണമെന്ന് പറഞ്ഞു. വേറൊന്നും വിചാരിക്കരുത്, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഇയാൾ ആരെ കാണാൻ വന്നതാവും? എന്തോ കാര്യമായിട്ട് ഒളിക്കുന്നുണ്ടല്ലോ. അഭിയേട്ടന്റെ പ്രോപ്പർട്ടിയിൽ കണ്ണു വെക്കാൻ തുടങ്ങിക്കാണോ? അതിനു വേണ്ടിയിട്ടാണ് അവൾ ആ ലോയറിനെ വിളിച്ചതെങ്കിലോ? ആ മോളെ, ഇപ്പൊ ഓർമ്മ വന്നു. ഇന്നലെ ഞാൻ തനുവിന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകൾ കണ്ടു. അത് സ്റ്റാമ്പ് പേപ്പർ ആയിരുന്നു. അച്ഛമ്മേ, തനുവിന്റെ കയ്യിൽ സ്റ്റാമ്പ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അവള് തന്നെ ചെയ്തതാവും. എന്തോ വലിയ പ്ലാൻ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആർക്ക് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും? എനിക്കെതിരെയോ അദ്ദേഹത്തിനെതിരെയോ? പുതിയ എന്ത് ആപത്താണോ വരാൻ പോകുന്നത്? കല്യാണം മാസം മുമ്പേ ഫിക്സ് ആയതല്ലേ? അപ്പൊ നീ ഇത് ഉണ്ടാക്കി കണ്ടില്ല, ഇപ്പൊ എന്തോരി? അബി, ആ സമയത്ത് പ്രഗ്നൻസിയുടെ ഇനിഷ്യൽ സ്റ്റേജ് ആയിരുന്നു. അപ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. ഓ, അപ്പോ ഹൽവ ഉണ്ടാക്കി എന്നെ സോപ്പിടുവാണല്ലേ? അബി, ഞാൻ എന്തിനു നിന്നെ സോപ്പിടണം? എനിക്ക് മനസ്സിലായി. നീ എന്നോട് സോറി പറയാനൊന്നല്ല. നീ എന്നോട് സോറി പറയാനൊന്നും വേണ്ട. എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. ക്ഷമിച്ചെങ്കില് ഹൽവ ട്രൈ ചെയ്യുന്നതിൽ എന്താ പ്രോബ്ലം? ആദ്യം ഈ ഹൽവ ട്രൈ ചെയ്യൂ, എന്നിട്ട് പറയൂ ഞാൻ നല്ല ഭാര്യയാണോന്ന്. വേണ്ട, എനിക്കിപ്പോ വേണ്ട. അബി പ്ലീസ്, ഒരു തവണ ട്രൈ ചെയ്യൂ. അത്രയ്ക്ക് നല്ലതാ? വളരെ നല്ലതാ. എന്നാ പിന്നെ ഉറപ്പായിട്ട് നീയല്ല ഉണ്ടാക്കിയത്. പറ, എവിടെ ഓർഡർ ചെയ്ത്? ട്രൈ ചെയ്യൂ, ട്രൈ ചെയ്യൂ. നീ ഇന്നലെ ഞാനും അഭിസാരും തിരികെ വന്നത് കണ്ടായിരുന്നോ? മാം, ഇന്നലെ അഭിസാറും മാമും ഗാർഡനിലായിരുന്നു. മാം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അഭിസാറാ മാമിനെ എടുത്ത് മുറിയിൽ കൊണ്ട് കിടത്തിയത്. വേറെ എന്തെങ്കിലും കണ്ടോ? ആ, പിന്നെ അഭിസാർ തനു മാമിനെ വഴക്ക് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ തനു മാം മാഡം കരങ്ങോണ്ട് പുറത്തേക്ക് പോകുന്ന കണ്ടു. റോബിൻ, ഇതല്ലാതെ വേറെന്തെങ്കിലും? താങ്ക് യു. ശരി, നീ പോകൂ. ശരി. ഇത് മാത്രമായിരിക്കില്ല നടന്നിട്ടുള്ളത്. വേറെ എന്തോ കാര്യമുണ്ട്. എല്ലാം ചിതറിക്കിടക്കുക. അതിനെയൊക്കെ പെറുക്കി കൂട്ടി പസില് സോൾവ് ചെയ്യണം നമുക്ക്. അതിനു മുൻപ് ഇന്നലെ രാത്രി നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് അറിയണം. പിന്നെ ആ തന്നെ എന്തൊക്കെ കുരുക്കം ഉണ്ടാക്കിയതെന്ന് ആർക്കറിയാം?